കാലവർഷം തുടങ്ങുമ്പോഴേക്കും നാട്ടുകാർക്ക് ആശങ്കയായി മാറിയതാണ് കാസർകോട്ടെ ദേശീയപാത. നേരത്തെ മാപ്പിന്റെ സഹായത്തോടെ അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞാണ്. സർവീസ് റോഡുകൾ തകരുന്നതും പണി പൂർത്തിയാക്കിയ പാതയിൽ വിള്ളൽ വരുന്നതുമൊക്കെ ഇപ്പോൾ ജില്ലയിൽ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. നിർമ്മാണത്തിലെ പിഴവുകൾക്കെതിരെ വ്യാപകമായി നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നിട്ടും പക്ഷേ മേഘ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി ഇതൊന്നും കാണാത്ത മട്ടിൽ നിൽക്കുകയാണ്. സാരംഗ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാസർകോട് ദേശീയപാതയെ സംബന്ധിച്ച് പ്രധാനമായി പ്രശ്നങ്ങളുള്ളത് 2ഉം 3ഉം റീച്ചുകളിലാണ്. മറ്റു സംസ്ഥാനത്ത് പലയിടങ്ങളിലും കരാറ് കൊടുത്തതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇവിടെ 2ഉം 3ഉം റീച്ചുകൾ ഒരൊറ്റ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണ് ജോലി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന പലതവണയായി വിവാദങ്ങളിൽപ്പെട്ട കമ്പനിക്ക് തന്നെയാണ് ഇവിടെ നിർമ്മാണ ചുമതലയുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആദ്യഘട്ടത്തിൽ പാലങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് പുല്ലൂരിലും പെരിയയിലും പാലങ്ങൾ ഇതിനോടകം തന്നെ തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിച്ചതാണ്. ആദ്യഘട്ടത്തിൽ കാഞ്ഞങ്ങാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലായിരുന്നെങ്കിൽ പിന്നീട് പലതവണയായി മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതയിലും സർവീസ് റോഡിലും ഒരുപോലെ തന്നെ വിള്ളലുകൾ വീഴുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിച്ചു. ആദ്യഘട്ടത്തിൽ ഗ്രൗട്ട് ഒഴിച്ചുകൊണ്ട് അവിടെ ആ ഒരു വിള്ളൽ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ടായത്. കമ്പനിയുടെ അതാത് ഭാഗത്തെ ഏരിയ എഞ്ചിനീയർമാരുടെ ഭാഗത്ത് നിന്ന് പോലും കൃത്യമായൊരു മറുപടി സാധാരണക്കാർക്കോ മാധ്യമങ്ങൾക്കോ ലഭിക്കാത്തൊരവസ്ഥ വന്നു. അതിനുശേഷം പിന്നീട് അതിന് മുകളിലേക്ക് ടാറുരുക്കി ഒഴിക്കുന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നിലപാട് തന്നെ തുടർന്നു പോവുകയായിരുന്നു. കാസർഗോഡ് പിലിക്കോട് കാർഷിക സർവകലാശാലയ്ക്ക് മുൻപിൽ 500 മീറ്ററോളം നീളത്തിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. എനിക്ക് തൊട്ടരികിൽ ഇടതുവശത്തും വലതുവശത്തുമായി 2 വെള്ളച്ചാട്ടങ്ങൾ തന്നെ പൂർണ്ണമായും രൂപപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഈ മലയുടെ നടുക്കൂടുള്ള അരുവികളുടെ ആ ഒരു ഒഴുക്ക് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തിയും പാലങ്ങൾ നിർമ്മിച്ചത് കൊണ്ടാണ് ഇപ്പോൾ പ്രകൃതി തന്നെ ഇത്തരത്തിൽ ഒരു തിരിച്ചടിക്കായി ഒരുങ്ങുന്നത്. കാസർഗോഡ് ചട്ടഞ്ചാലിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.